ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻ സ്വിച്ചിൻ്റെ മീറ്ററിൽ നിന്ന് മെയിൻ സ്വിച്ചിലോട്ടുള്ള വയറിംഗ് ആണ്. അതായത് അതിൻ്റെ ഡയഗ്രാമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. മെയിൻ സ്വിച്ചിൻ്റെ വയറിംഗ് ഡയഗ്രാമാണ്, എത്ര സർക്യൂട്ടിലോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഡയഗ്രാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കലല്ല തിയറിയാണ്. പ്രാക്ടിക്കൽ ഞങ്ങൾ ഇതിന് മുമ്പ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഡയഗ്രാം കാണാം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ മീറ്റർ, അതായത് നമ്മുടെ പോസ്റ്റിൽ നിന്ന് വരുന്ന മീറ്ററാണ്. ഇത് മെയിൻ സ്വിച്ച്, ഇത് DB ഓർ ഫ്യൂസ് സർക്യൂട്ട്, അതായത് കട്ടൗട്ടർ. അതായത് മെയിൻ സ്വിച്ചിൽ നമുക്ക് എത്ര സർക്യൂട്ടുകൾ പോകണം എന്നുള്ളതിൻ്റെ പഴയ രീതിയിലാണെങ്കിൽ കട്ടൗട്ടറായിട്ട് വരും, ഇപ്പോൾ എല്ലാം DB ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം നോക്കാം. ഇത് ലൈനിൽ നിന്ന് വരുന്നതാണ്, അതായത് പോസ്റ്റിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രുമാണ്. ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. പിന്നെ വരുന്ന മീറ്ററിൽ നിന്നാണ് ഡയറക്റ്റ് നമ്മുടെ മെയിൻ സ്വിച്ചിലോട്ട് വരുന്നത്. മെയിൻ സ്വിച്ചിന് 2 ലെഗുകളാണ്. അതൊരു ഫ്യൂസ് യൂണിറ്റ് പോലെയാണ് മെയിൻ സ്വിച്ച് ഇരിക്കുന്നത്. 16 ആംപിയറും ഉണ്ട്, അതേപോലെ 32 ആംപിയറും ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് എടുക്കാം. ഇപ്പം ഒത്തിരി സർക്യൂട്ടുകൾ വരുവാണെന്നുണ്ടെങ്കിൽ, ആംസ് കൂടുന്നുണ്ടെങ്കിൽ 32 ആംപിയർ തന്നെ വെക്കണം. ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ആംപിയർ മതി. അപ്പം മീറ്ററിൽ നിന്ന്, അതായത് മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് ഒരെണ്ണം വരുവാണ്. അത് നേരെ വന്നു ഇതിൻ്റെ അടിയിൽ കയറുന്നു. വലത് സൈഡ് ഫേസ്, അതേപോലെ തന്നെ ന്യൂട്രും അതേപോലെ തന്നെ വന്ന് മെയിൻ സ്വിച്ചിൻ്റെ അടിയിലേക്ക് കയറുന്നു. പിന്നെ ഇതാണ് ഇന്ന്, ഇതാണ് ഔട്ട്. മെയിൻ സ്വിച്ചിൻ്റെ ഔട്ട് ഈ ഭാഗമാണ്. ഇതിൽ നിന്നാണ് നമുക്ക് DBയിലോട്ടും അതേപോലെ കട്ടൗട്ടിലോട്ടും, അതായത് ഫ്യൂസ് യൂണിറ്റിലോട്ടൊക്കെ പോകേണ്ടത്. അപ്പം വലത് സൈഡാണ് എപ്പോഴും ഫേസ് നിൽക്കേണ്ടത്, ഇടത് സൈഡ് എപ്പോഴും ന്യൂട്രും ആയിരിക്കണം. അപ്പം നമ്മൾ വലത് സൈഡിൽ നിന്ന്, ഇതിൽ നിന്ന് തന്നെ മെയിൻ സ്വിച്ചിൻ്റെ ഈ കാലിൽ നിന്ന് തന്നെ നേരെ കൊണ്ടുവന്ന് DBയിലോട്ട് കയറ്റുവാണ്. നേരെ കൊണ്ടുവന്ന് DBയിലോട്ട് ഫേസ് കയറി. പിന്നെ വരുന്നത് ന്യൂട്രാണ്. ന്യൂട്രൽ നേരെ കൊണ്ടുവന്ന് ന്യൂട്രൽ ലിങ്കിലോട്ട് കയറുന്നു. ഈ ന്യൂട്രൽ ലിങ്കിൽ നിന്നാണ് നമുക്ക് ഏതൊക്കെ റൂമിലോട്ട് എവിടെയൊക്കെ സർക്യൂട്ട് പോകണം എന്നുള്ളത് ലൂപ്പ് ചെയ്ത് ന്യൂട്രൽ പോകാനുള്ളത്. ഇതെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഫേസാണ്, അതായത് മെയിൻ സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് നേരെ വന്ന് DBയിലോ അല്ലെങ്കിൽ ഫ്യൂസ് യൂണിറ്റിലോ കയറാനുള്ളത്. ഇത് ഫ്യൂസ് യൂണിറ്റാണ് സങ്കല്പിക്കുക. ഫ്യൂസ് യൂണിറ്റിൻ്റെ എല്ലാത്തിൻ്റെ താഴത്തെ ടെർമിനലിൽ കയറണം. താഴത്തെ ടെർമിനലിൽ നിന്ന് എല്ലാം ലൂപ്പിംഗ് ആയിരിക്കും. ഇതേപോലെ ഇങ്ങനെ ലൂപ്പിംഗ് ആയിരിക്കും. അപ്പം താഴത്തെ എല്ലാ ടെർമിനലിലും നമുക്ക് ഫേസ് ഉണ്ട്. ഇനി ഇതാണ് ഇപ്പോൾ ഇത് റൂമാണെന്ന് വെക്കുക. ഈ റൂം 1, റൂം 2, AC, അതേപോലെ ഫ്രിഡ്ജ്, പിന്നെ മിക്സി, അങ്ങനെ പോകാമെന്ന് വെക്കുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഓരോ സർക്യൂട്ടുകളായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ റൂം 1 പോയി, അടുത്ത റൂം 2 പോയി, പിന്നെ ഒരെണ്ണം നേരെ ACക്ക് പോയി, പിന്നെ അടുത്തത് വരുന്നത് നേരെ അടുത്തത് ഫ്രിഡ്ജിന് പോയി, പിന്നെ അടുത്തത് വരുന്നത് ഇതേപോലെ തന്നെ മിക്സി അല്ലെങ്കിൽ TV, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഇതിങ്ങനെയാണ് പോകുന്നത്. ഇതിൽ നിന്ന് തന്നെ എല്ലാമാണ് ഈ ന്യൂട്രൽ ബാറിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിനും ന്യൂട്രും പോകുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിനും ന്യൂട്രും പോകേണ്ടത്. എല്ലാം ഇങ്ങനെ തന്നെയാണ് ന്യൂട്രൽ പോകേണ്ടത്. എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് ന്യൂട്രൽ പോകേണ്ടത്. ഇപ്പോൾ മെയിൻ സ്വിച്ചിൻ്റെ നേരെ മീറ്ററിൽ നിന്ന് വരുന്ന 2 വയർ, അതായത് മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് മെയിൻ സ്വിച്ചിൻ്റെ വലത്തെ ടെർമിനൽ, മെയിൻ സ്വിച്ചിൻ്റെ അടിയിലത്തെ ടെർമിനൽ ഡയറക്റ്റ് കയറുന്നു. അതേപോലെ ന്യൂട്രും വന്ന് ഈ മെയിൻ സ്വിച്ചിൻ്റെ അകത്തിരിക്കുന്ന ഫ്യൂസിൻ്റെ അകത്തെ ടെർമിനലിനകത്ത് ഡയറക്റ്റ് കയറുന്നു. ഇതിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാണ് നമുക്ക് DBയിലോട്ടോ കട്ടൗട്ടറിലോട്ടോ അല്ലെങ്കിൽ ഫ്യൂസ് യൂണിറ്റോ സെപ്പറേറ്റ് പഴയ വീടുകളിൽ വെച്ചേക്കുന്നുണ്ട് ഫ്യൂസ് യൂണിറ്റിലോട്ടോ നമുക്ക് ലൈൻ പോകേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഫേസ് എപ്പോഴും പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകുന്നതെല്ലാം ന്യൂട്രാണ്. ഈ വരുന്നതിൻ്റെ എല്ലാം ഇതെല്ലാം നമുക്ക് DB ആണെന്ന് വെക്കാം. ഈ DBക്കകത്ത് ഓരോ MCBകൾ, അതേപോലെ ഒരു ELCB, 2 പോളിൻ്റെ ഒരു ELCB. ഇതിൽ നിന്ന് വന്നാലും നേരെ വരുന്നത് മെയിൻ സ്വിച്ചിൻ്റെ 2 ടെർമിനൽ, ഒന്ന് ഫേസ്, ഒന്ന് ന്യൂട്രൽ. ഇപ്പം ഇത് ഡയറക്റ്റ് വന്ന് കയറി. ഇതിൽ നേരെ വരുന്നത് ELCBയുടെ റൈറ്റ് സൈഡിലോട്ടും, അതേപോലെ ന്യൂട്രൽ നേരെ വന്ന് കയറുന്നത്
ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇതിൻ്റെ ELCBയുടെ ടോപ്പ് സൈഡ് ടെർമിനൽ, അതായത് ഫേസ് വരുന്ന അതിൽ നിന്ന് നേരെ കയറി എല്ലാ MCBയിലോട്ടും ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോവാണ്. അപ്പം ELCB ഓൺ ആക്കുമ്പം ഇതുവഴി ഫേസ് ഡയറക്റ്റ് വരും. ഇവിടെ വരുന്നത് ബ്രേക്കർ ബോഡി വരുന്ന ന്യൂട്രൽ ബാറാണ്. ഈ ന്യൂട്രൽ ബാറിൻ്റെ അകത്ത് ELCBയിൽ നിന്ന് ഡയറക്റ്റ് ന്യൂട്രൽ ബാർ കയറുന്നു. ഈ MCBയിൽ നിന്ന് ഓരോ സർക്യൂട്ടുകളും റൂമിനായാലും ഫ്രിഡ്ജിനായാലും AC-ക്കായാലും ഹാളിനായാലും സിറ്റ് ഔട്ടിനായാലും അങ്ങനെ എങ്ങോട്ടാണ് വെക്കുന്നത് അങ്ങോട്ട് പോകും. അതിൽ നിന്ന് തന്നെ എല്ലാമാണ് ഈ ന്യൂട്രും കയറി ഇറങ്ങുന്നത്. സിമ്പിളായിട്ടൊരു ഡയഗ്രാമാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തന്നെ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തേക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പലരും നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം കാണിച്ചത്. മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെയ്ത് കാണിക്കുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.